നെയിൽ പോളിഷ് കട്ട പിടിച്ചാൽ അത് എങ്ങനെയാണ് നമുക്കതിനെ അലിയിച്ചെടുക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് നമ്മൾ മേടിച്ചിട്ട് കുറേ നാളായതും കട്ടയായിട്ടിരിക്കുന്നതുമായിട്ടുള്ള നെയിൽ പോളിഷുകൾ എടുത്തിട്ട് അതിനെ ആദ്യം ചെറുതായിട്ട് ഒന്ന് തീയിൽ വെച്ച് ചൂടാക്കണം. സിമ്മിൽ വെച്ചിട്ട് ആ കുപ്പിയുടെ പുറം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ചെയ്യാമോ. ഒരുപാട് ചൂടാക്കരുത്, അത് പൊട്ടിപ്പോകും. നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂട് മാത്രമേ ആക്കാമൂ. അതിനുശേഷം നമുക്ക് ആ കട്ട മാറ്റേണ്ട എല്ലാ നെയിൽ പോളിഷും കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്തൊന്ന് ഇറക്കി വയ്ക്കുക. വെള്ളവും വളരെ മൈൽഡായിട്ടുള്ള ചൂട് മതി, തിളയ്ക്കാൻ പാടില്ല, ചെറിയ ചൂട് മതി. അതിനകത്ത് ഒരു 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നല്ല ലൂസായി കിട്ടും. അപ്പോൾ നമുക്ക് ഇത് നല്ല ഒരു മെത്തേഡാണ്. കണ്ടോ, കട്ടായിട്ടിരുന്ന നെയിൽ പോളിഷ് എല്ലാം നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരു മെത്തേഡാണ്. ഇനി അടുത്ത മെത്തേഡ് പറയാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ റിമൂവറാണ്. നെയിൽ പോളിഷ് തുടച്ച് കളയുന്ന റിമൂവറാണ്. അതെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഒരു 3-4 തുള്ളി ഇങ്ങനെ ആ നെയിൽ പോളിഷിനകത്ത് ഇറ്റിച്ചിട്ട് ഒന്ന് കുലുക്കിയെടുത്താലും നല്ല ലൂസായി കിട്ടും. ഇതും നല്ല ഒരു മെത്തേഡ് തന്നെയാണ്. അടുത്തത് മൂന്നാമത്തെ വേറൊരു മെത്തേഡാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ബോഡി സ്പ്രേ ഇല്ലേ, ബോഡി സ്പ്രേ നമ്മളതിനകത്ത് ഇങ്ങനെ 1-2 പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കുലുക്കി കഴിഞ്ഞാലും നന്നായിട്ട് ലൂസായി വരും. ഇത് മൂന്നും നല്ല ഒരു മെത്തേഡാണ്. ഈ ലൂസാക്കിയ ഇതിനെ ഫ്രിഡ്ജിനകത്ത് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്.